പ്രിയ വിദ്യാർത്ഥികളെ, +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ 5th ചാപ്റ്ററാണ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പാക്കേജ്. ജിനു കാത്ത എന്ന പേരുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പാക്കേജാണ് ഈ ചാപ്റ്ററിലൂടെ പരിചയപ്പെടുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോമൺ ആയി യൂസ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്? കോമൺലി യൂസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ: ജിനു കാത്ത, സാപ്പ്, ടാറ്റ എക്സ്, പീച്ച് ട്രീ, ഡാക്കീസി, ടാലി, ഫ്രഷ് ബുക്സ്, ക്വിക്ക് ബുക്സ്, സോഹോ ബുക്സ്, വേവ് എക്സെട്ര. സാധാരണ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളുടെ പേര് നിങ്ങൾ ഓർത്തു വെക്കണം. ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിലൊക്കെ ഈ ക്വസ്റ്റ്യൻസിൽ ഈ സോഫ്റ്റ്വെയറുകളുടെ പേരുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദെൻ ജിനു കാത്ത എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയറുകളിൽ നിന്ന് എന്ത് ഡിഫറൻസ് ആണുള്ളത്? ജിനു കാത്ത ഈസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, FOSS, ആൻഡ് റെസ്റ്റ് ആർ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ്. ജിനു കാത്ത ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. മറ്റുള്ള എല്ലാ സോഫ്റ്റ്വെയർസും പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് ആണ്. ജിനു കാത്ത സോഫ്റ്റ്വെയർ ആരാണ് ഡെവലപ്പ് ചെയ്തത്? ജിനു കാത്ത വാസ് ഡെവലപ്ഡ് ബൈ ഡിജിറ്റൽ ഫ്രീഡം ഫൗണ്ടേഷൻ, എ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ്, in association with International Center for Free and Open Source Software. ഡിജിറ്റൽ ഫ്രീഡം ഫൗണ്ടേഷനും ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് അവരും. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരുമിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ജിനു കാത്ത. ജിനു കാത്ത സോഫ്റ്റ്വെയറിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. Then the software is based on double entry bookkeeping. Double entry bookkeeping നെ ബേസ് ചെയ്താണ് ജിനു കാത്ത പ്രവർത്തിക്കുന്നത്. Comprehensive financial reports are available like trial balance, profit and loss account, balance sheet, etc. എല്ലാ റിപ്പോർട്ടുകളും ജിനു കാത്ത സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. ബിസിനസിന്റെ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിനുള്ള ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ റിപ്പോർട്ടുകളും ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും ജിനു കാത്ത സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. ഈ 3 ഫീച്ചേഴ്സ് നിങ്ങൾ ഓർത്തു വെക്കണം. ദെൻ ഹൗ ടു റൺ ജിനു കാത്ത. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അതിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ്, ഓപ്പൺ ജിനു കാത്ത അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. ആദ്യം ജിനു കാത്ത അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. ക്രിയേറ്റ് ഓർഗനൈസേഷൻ. ഏത് ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണോ നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത്, ആ ഓർഗനൈസേഷൻ അതല്ലെങ്കിൽ ആ കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യണം. അത് വൺ ടൈം പ്രോസസ്സാണ്. അതിനുശേഷം ക്രിയേറ്റ് അഡ്മിൻ യൂസർ. ആ സോഫ്റ്റ്വെയറിനുള്ള ഒരു അഡ്മിൻ യൂസറെ ക്രിയേറ്റ് ചെയ്യണം. യൂസർ നെയിമും പാസ്വേഡ് എല്ലാം ഇൻപുട്ട് ചെയ്യണം. അതും വൺ ടൈം പ്രോസസ്സാണ്. ദെൻ ലെഡ്ജർ ക്രിയേഷൻ. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ അല്ലെങ്കിൽ ജേണൽ എൻട്രിയിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സ്യൂട്ടബിൾ ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്ത് ലെഡ്ജർ ക്രിയേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ദെൻ അതിനുശേഷം വൗച്ചർ എൻട്രി. വൗച്ചർ എൻട്രി മീൻസ് എൻ്ററിങ് ട്രാൻസാക്ഷൻസ് ഇൻ ടു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്ത് ഓരോ ട്രാൻസാക്ഷനും ജിനു കാത്തയിലേക്ക് എൻട്രി ചെയ്യണം അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിലേക്ക് എൻട്രി ചെയ്യണം. ദെൻ ഫൈനലി ജനറേഷൻ ഓഫ് റിപ്പോർട്ട്സ്. ഇങ്ങനെ എൻട്രി ചെയ്ത ഡാറ്റയെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ജിനു കാത്ത സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് ജിനു കാത്ത സോഫ്റ്റ്വെയറിലൂടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്ത് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യേണ്ടത്. റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണ്? ജിനു കാത്ത സോഫ്റ്റ്വെയറിൽ ബൈ ഡിഫോൾട്ടായിട്ട് 4 ലെഡ്ജർ അക്കൗണ്ടുകളുണ്ട്. അവ ഏതൊക്കെയാണ്? ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക്, അതിൻ്റെ ഗ്രൂപ്പ് നെയിം വരുന്നത് കറണ്ട് അസറ്റ് ആണ്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡയറക്റ്റ് ഇൻകം ഗ്രൂപ്പിലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് അക്കൗണ്ട് അത് കറണ്ട് അസറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. ഈ 4 അക്കൗണ്ടുകളാണ് ഡിഫോൾട്ട് ലെഡ്ജർ അക്കൗണ്ട്സ് ഓർ സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഈ ലെഡ്ജർ അക്കൗണ്ടുകൾക്ക് പുറമെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ 4 അക്കൗണ്ടുകൾ ആൾറെഡി അതിൽ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. ജിനു കാത്ത സോഫ്റ്റ്വെയറിൽ ഓരോ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ സെലക്ട് ചെയ്യണം. 13 ഗ്രൂപ്പുകളാണ് ജിനു കാത്ത സോഫ്റ്റ്വെയറിൽ
ഡിഫോൾട്ടായിട്ട് ഉള്ളത്. അതിൽ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അതല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്നത്? 4 ഗ്രൂപ്പുകളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഗ്രൂപ്പുകൾ. ഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഗ്രൂപ്പുകളുടെ പേര് ചോദിച്ചാൽ ഈ 4 ഗ്രൂപ്പുകളുടെ പേരാണ് നിങ്ങൾ പറയേണ്ടത്. ദെൻ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? 9 ഗ്രൂപ്പുകളാണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത്. ഫിക്സഡ് അസറ്റ്സ്, അതിന് സബ് ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺസ് അസറ്റ്, കറണ്ട് അസറ്റ്, മിസലേനിയസ് എക്സ്പെൻസസ് അസറ്റ്, ക്യാപിറ്റൽ, ലോൺസ് ലയബിലിറ്റി, റിസർവ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. ഇങ്ങനെ 9 ഗ്രൂപ്പുകളാണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത്. 4 ഗ്രൂപ്പുകളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഗ്രൂപ്പുകൾക്ക് സബ് ഗ്രൂപ്പ് വരുന്നില്ല. ബാലൻസ് ഷീറ്റിൽ വരുന്ന ഗ്രൂപ്പുകൾക്ക് സബ് ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ജിനുകാത്ത സോഫ്റ്റ്വെയറിലേക്ക് ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുന്നതിന് പറയുന്ന പേരാണ് വൗച്ചർ എൻട്രി. ഓരോ ട്രാൻസാക്ഷൻ്റെയും സ്വഭാവത്തിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള വൗച്ചർ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് അവൈലബിൾ ഇൻ ജിനുകാത്ത? ജിനുകാത്തയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് ഏതൊക്കെയാണ്? അതിൻ്റെ യൂസ് എന്താണ്? അതിൻ്റെ ഷോർട്ട് കട്ട് കീ ഏതാണ്? 1. റെസിപ്റ്റ്സ് വൗച്ചർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ആൾ റെസിപ്റ്റ്സ് ഓഫ് ക്യാഷ് ആൻഡ് ചെക്ക്. ഷോർട്ട് കട്ട് കീ F4. എല്ലാ ക്യാഷ് റെസിപ്റ്റുകളും ചെക്ക് റെസിപ്റ്റുകളും എൻട്രി ചെയ്യാനുള്ള വൗച്ചർ ടൈപ്പാണ് റെസിപ്റ്റ്. ഷോർട്ട് കട്ട് കീ F4. ദെൻ എല്ലാ പേയ്മെൻറ്റുകളും, ക്യാഷ് പേയ്മെൻറ്റുകളും ചെക്ക് പേയ്മെൻറ്റുകളും എൻട്രി ചെയ്യാനുള്ള വൗച്ചർ ടൈപ്പാണ് പേയ്മെൻറ്റ്. ഷോർട്ട് കട്ട് കീ F5. ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും, സെയിൽ ഓഫ് ഗുഡ്സ് എൻട്രി ചെയ്യാനുള്ള വൗച്ചർ ടൈപ്പാണ് സെയിൽസ്. ഷോർട്ട് കട്ട് കീ F6. ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സും ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സും അതല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ പർച്ചേസും എൻട്രി ചെയ്യാനുള്ള വൗച്ചർ ടൈപ്പാണ് പർച്ചേസ്. ഷോർട്ട് കട്ട് കീ F7. ദെൻ ഡെപ്പോസിറ്റ് ഓർ വിഡ്രോവൽ ഓഫ് ക്യാഷ് ഫ്രം ബാങ്ക് ഓർ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം വൺ ബാങ്ക് ടു അനദർ ബാങ്ക്, ട്രാൻസ്ഫർ ഓഫ് ക്യാഷ് ടു പെറ്റി ക്യാഷ്. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യാനുള്ള വൗച്ചർ ടൈപ്പാണ് കോൺട്ര. ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത്, ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മെയിൻ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് പെറ്റി ക്യാഷ് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത്തരം ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യാനുള്ള വൗച്ചർ ടൈപ്പാണ് കോൺട്ര. ഷോർട്ട് കട്ട് കീ F8. ദെൻ നെക്സ്റ്റ് വൗച്ചർ ടൈപ്പാണ് ജേണൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എൻ്റർ റെക്ടിഫിക്കേഷൻ എൻട്രീസ്, ട്രാൻസ്ഫർ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് എക്സെട്ര. ഇപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, റെക്ടിഫിക്കേഷൻ എൻട്രീസ്, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്, ഇതെല്ലാം എൻട്രി ചെയ്യാനുള്ള വൗച്ചർ ടൈപ്പാണ് ജേണൽ. ഷോർട്ട് കട്ട് കീ F9. ദെൻ റിട്ടേൺ ഓഫ് ഗുഡ്സ് ബൈ എ കസ്റ്റമർ, സെയിൽസ് റിട്ടേൺ എൻട്രി ചെയ്യാനുള്ള വൗച്ചർ ടൈപ്പാണ് സെയിൽസ് റിട്ടേൺ. ഷോർട്ട് കട്ട് കീ Ctrl+1. ദെൻ റിട്ടേൺ ഓഫ് ഗുഡ്സ് ടു സപ്ലയർ, പർച്ചേസ് റിട്ടേൺ എൻട്രി ചെയ്യാനുള്ള വൗച്ചർ ടൈപ്പാണ് പർച്ചേസ് റിട്ടേൺ വൗച്ചർ. ഷോർട്ട് കട്ട് കീ Ctrl+2. ദെൻ കസ്റ്റമറുടെ അക്കൗണ്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻട്രി ചെയ്യാനുള്ള വൗച്ചർ ടൈപ്പാണ് ക്രെഡിറ്റ് നോട്ട്. ഷോർട്ട് കട്ട് കീ Ctrl+3. ദെൻ സപ്ലയർ ഏതെങ്കിലും തരത്തിലുള്ള റിഡക്ഷൻ നമുക്ക് അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും അലവൻസ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് എൻട്രി ചെയ്യാനുള്ള വൗച്ചർ ടൈപ്പാണ് ഡെബിറ്റ് നോട്ട്. ഷോർട്ട് കട്ട് കീ Ctrl+4. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പാക്കേജ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പരീക്ഷകൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ.